ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ശബ്ദവർത്തി പറയാം ഹല്ലേലൂയ. വലതുകരം കർത്താവിലേക്ക് നീട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. വലിയ അഭിഷേകത്തോടെ വലിയ സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് വലിയ അഭിഷേകത്തോടെ ഒരിക്കൽ കൂടി പറയട്ടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ലോകത്തിന് നമുക്ക് ഓരോരുത്തർക്കും ആ യേശുവിനെ സമ്മാനിച്ച യേശുവിന്റെ അമ്മയായ മറിയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൽ മറിയം എന്ന പേരുള്ള നിരവധി വ്യക്തികളെ നാം കണ്ടുമുട്ടുന്നുണ്ട്. യേശുവിന്റെ അമ്മയായ കന്യക മറിയം, മഗ്ദലന മറിയം, ക്ലോപ്പസിന്റെ ഭാര്യയായ മറിയം, അങ്ങനെ മറിയം എന്ന പേരുള്ള നിരവധി വ്യക്തിത്വങ്ങളെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. എന്നിരുന്നാലും യേശുവിന്റെ അമ്മയായ കന്യക മറിയം മാത്രമാണ് ഈ ലോകത്തിന്റെ അമ്മയായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് യേശുവിന്റെ അമ്മയായ മറിയം നമ്മുടെ അമ്മയായി മാറുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് യേശുവിന്റെ അമ്മയായ മറിയം ഈ ലോകത്തിന്റെ അമ്മയായി മാറുന്നത്? നാം ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ അമ്മ ഈ ലോകത്തിന്റെ അമ്മയായി മാറിയത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് നാം ഒന്ന് കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ 12-ാം അധ്യായത്തില് എബ്രഹാം എന്ന ഒരു മനുഷ്യനെ നാം കണ്ടുമുട്ടുന്നുണ്ട്. ധനവാനായ കാൽദേയുടെ നാട്ടിൽ നിന്നുള്ള ഈ മനുഷ്യൻ വളരെയധികം ഭൂസ്വത്തുള്ള, വളരെയധികം സമ്പത്തുള്ള, വളരെയധികം മൃഗസമ്പത്തുള്ള, ഒത്തിരിയേറെ ദാസന്മാരും ദാസമാരുമുള്ള ഒരു മനുഷ്യനായിട്ടാണ് അബ്രാഹത്തെ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത്. എന്നിരുന്നാലും പ്രിയപ്പെട്ടവരെ, ധനവാനായ ഈ മനുഷ്യനെ പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒത്തിരിയേറെ ദുഃഖത്തോടുകൂടെ, നിരാശയോടുകൂടെ, ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒന്നും ഇല്ലാതെ ജീവിക്കുന്നവനായിട്ടാണ് എബ്രാഹത്തെ പിന്നീട് നാം കാണുന്നത്. കാരണം അവന്റെ സമ്പത്തൊന്നും അനുഭവിക്കുവാൻ അവനൊരു അവകാശമില്ല. അവന്റെ പാരമ്പര്യവും പരമ്പരയും വംശവും നിലനിർത്തുവാനായിട്ട് അവനൊരു കുഞ്ഞില്ല എന്നാണ് പിന്നീട് നാം കാണുന്നത്. ഈ സുഖസൗഭാഗ്യങ്ങളുടെ നിറവിൽ നിൽക്കുമ്പോൾ പോലും മനസ്സിൽ സന്തോഷം കണ്ടെത്താനാവാതെ, ഒരു പുത്രസൗഖ്യമില്ലാതെ, പരമ്പര നിലനിർത്താൻ ആകാതെ ആകുലതകളും ദുഃഖങ്ങളും ഹൃദയഭാരമായി ജീവിക്കുകയാണ് ഈ വൃദ്ധനായ എബ്രാഹവും അദ്ദേഹത്തിന്റെ ഭാര്യ സാറയും. പക്ഷെ പിന്നീട് ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലോടെ അവന്റെ ജീവിതത്തിലേക്ക് വലിയ സന്തോഷവും വലിയ പ്രത്യാശയും കടന്നു വരികയാണ്. ദൈവം അവന് ഒരു കുഞ്ഞിനെ സമ്മാനിക്കുകയാണ്. സന്തോഷത്തോടുകൂടെ ദൈവകരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന ആ മകന് ഇസ്ഹാക്ക് എന്ന് പേരിട്ടിട്ട് അവന്റെ ജീവിതത്തിൽ വളരെയേറെ പ്രതീക്ഷകളും പ്രത്യാശയുമായിട്ട് പിന്നീട് അവൻ ജീവിക്കുകയാണ്. ഒരു വലിയ ദിശാബോധം അവന് ലഭിക്കുകയാണ്. ജീവിക്കാൻ ഒരു അർത്ഥം കിട്ടുകയാണ്, സന്തോഷം കിട്ടുകയാണ്. അങ്ങനെ സന്തോഷത്തോടുകൂടെയുള്ള പിന്നീട് ഒരു ജീവിതമാണ് എബ്രാഹത്തിന്റെ ആയിട്ട് മാറുന്നത്. അങ്ങനെയാണ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാനും സാധിക്കുന്നത്. സന്തോഷത്തോടുകൂടെ, ഒരു പുതിയ ദിശാബോധത്തോടുകൂടെ തന്റെ കുഞ്ഞിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് എബ്രാഹാം ജീവിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ദൈവത്തിന്റെ വചനം അവനെ തേടിയെത്തുന്നത്. ദൈവം അബ്രാഹത്തോട് പറയുകയാണ്, നിന്റെ പ്രാണനേക്കാൾ ഉപരിയായി നീ സ്നേഹിക്കുന്ന നിന്റെ ഒരേ ഒരു മകനെ നീ എനിക്ക് ബലിയർപ്പിക്കുക എന്ന്.
സ്നേഹിച്ച് കൊതി തീരാത്ത ആ കുഞ്ഞിനെ തന്നവന് വേണ്ടി ബലിയർപ്പിക്കുക എന്നുള്ള ദൈവസ്വരം പ്രിയപ്പെട്ടവരെ വളരെ സങ്കടത്തോടെയും വളരെ ഹൃദയഭാരത്തോടും കൂടെയാണ് എബ്രാഹത്തിന് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നിരുന്നാലും ദൈവം തന്നു, ദൈവമെടുത്തു എന്നുള്ള ആ മനസ്സോടുകൂടെ ദുഃഖിതനാണെങ്കിൽ പോലും തന്റെ മകനെ ദൈവത്തിന്റെ വചനമനുസരിച്ച് ബലിയർപ്പിക്കുവാനായിട്ട് സന്നദ്ധനാവുന്ന എബ്രാഹത്തെ പിന്നീട് നമ്മൾ കണ്ടുമുട്ടുകയാണ്. തകർന്ന ഹൃദയത്തോടെ, നിറകണ്ണുകളോടെ, വിറയ്ക്കുന്ന കൈകാലുകളോടെ തന്റെ മകന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് അവനെ ബലിയർപ്പിക്കുവാനായിട്ട് കടന്നു പോകുന്ന ആ വൃദ്ധ മനുഷ്യന്, പ്രിയപ്പെട്ടവരെ, ആ യാത്രയില്, മോറിയ മലയിലേക്കുള്ള ബലിയർപ്പണത്തിന്റെ ആ യാത്രയില് അവന് ഹൃദയത്തിന്റെ ഭാരം കൂട്ടിക്കൊണ്ട് ആ കൊച്ച് അവനോട് ചോദിക്കുന്നുണ്ട്, അപ്പാ, ബലിയർപ്പിക്കുവാനായിട്ടുള്ള വിറകും തീയും നമ്മൾ കരുതിയിട്ടുണ്ട്, പക്ഷേ ബലിമൃഗം എവിടെ എന്ന്. തന്റെ പൊന്നോമന മകന്റെ ആ ചോദ്യത്തിന്റെ മുൻപില് പ്രിയപ്പെട്ടവരെ, ആ വൃദ്ധ മനുഷ്യൻ ഒരു നിമിഷം പകച്ചു പോവുകയാണ്. തന്റെ മകനോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ അവനെ ഒന്ന് ആശ്വസിപ്പിക്കുവാനായിട്ട്, അല്ലെങ്കിൽ സ്വയം ആശ്വസിക്കുവാനായിട്ട് എബ്രാഹാം പറയുകയാണ്, മകനെ, അത് ദൈവം തരുമെന്ന്. ദൈവം തരുമെന്ന് പ്രത്യാശയും പ്രതീക്ഷയുമൊന്നും അവന്റെ മനസ്സിലില്ലെങ്കിൽ പോലും സ്വയം ആശ്വസിക്കുവാനും തന്റെ മകനെ ആശ്വസിപ്പിക്കുവാനും വേണ്ടി മാത്രമാണ് എബ്രാഹാം പറയുന്നത്, ബലിമൃഗത്തെ ദൈവം തരുമെന്ന്. അപ്പന്റെ വാക്കനുസരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി അപ്പന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ആ മകനും ആ മോറിയാമല ചവിട്ടിക്കരയുകയാണ്. ആ മോറിയാമലയുടെ മുകളിലെത്തുമ്പോൾ ചെതറിക്കെടുക്കുന്ന ബലിക്കല്ലുകൾ ചേർത്ത് വെച്ച് എബ്രാഹാം തന്റെ ഒരേ മകനെ ബലിയർപ്പിക്കുവാനായിട്ട് ഒരു ബലിപീഠം നിർമ്മിക്കുകയാണ്. ആ പിഞ്ചോമന മകന്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടിയിട്ട് ആ മകനെ ബലിക്കലിലൂടെ ചേർത്ത് വെച്ച് നുറുങ്ങുന്ന ഹൃദയത്തോടെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഉറയിൽ നിന്ന് കത്തിയെടുത്ത് ആ മകന്റെ കഴുത്തിനോട് ആ കത്തി ചേർത്ത് വെച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, എബ്രാഹാം വിശ്വാസികളുടെ പിതാവായി മാറുകയാ. ഒന്ന് പറയാമോ? ഹല്ലേലൂയ! വലിയ സന്തോഷത്തോടെ എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ! ദൈവത്തിന്റെ വചനമനുസരിച്ച് തന്റെ പ്രാണനേക്കാൾ കൂടുതലായി താൻ സ്നേഹിച്ചിരുന്ന ഒരേ മകനെ ബലിക്കല്ലിനോട് ചേർത്ത് വെച്ചപ്പോഴാണ് പ്രിയപ്പെട്ടവരെ എബ്രാഹാം വിശ്വാസികളുടെ പിതാവായി മാറിയത്. സമാനമായ ഒരു സംഭവമാണ് പുതിയ നിയമത്തിലും നാം കാണുന്നത്. തന്റെ മകനെ ബലിയർപ്പിക്കുവാനായി മോറിയാമല കയറിയ എബ്രാഹത്തെ പോലെ തന്റെ മകനെ ബലിയർപ്പിക്കുവാനായിട്ട് ഗാഗുൽത്താമല ചവിട്ടിക്കയറുന്ന പരിശുദ്ധ കന്യകാമറിയത്തെയാണ് പ്രിയപ്പെട്ടവരെ പുതിയ നിയമത്തിൽ നാം കണ്ടുമുട്ടുന്നത്. തകർന്ന ഹൃദയത്തോടെ, ഹൃദയഭാരത്തോടെ, വിറയ്ക്കുന്ന കൈകാലുകളോടുകൂടെ തന്റെ മകനെ ബലിയർപ്പിക്കുവാനായിട്ട് ഗാഗുൽത്താമല നടന്നു കയറുമ്പോൾ ഒരുപക്ഷെ ആ അമ്മയുടെ ഹൃദയത്തില് ആ എബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെ ചിത്രം തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നിരിക്കണം. എബ്രാഹത്തിനെ ബലിയർപ്പിക്കുവാനായിട്ട്, എബ്രാഹത്തിന്റെ മകന് പകരമായിട്ട് ദൈവം ഒരു കുഞ്ഞാടിനെ നൽകിയെങ്കിൽ ഇന്ന് ഞാൻ എന്റെ മകനെ ബലിയർപ്പിക്കുവാനായിട്ട് ഈ ഗാഗുൽത്താമല ചവിട്ടിക്കയറുമ്പോൾ ആ അമ്മ ഹൃദയം കൊതിച്ചിട്ടുണ്ടാകണം, എന്റെ മകന് പകരമായിട്ട് പിതാവായ ദൈവം ഒരു ബലിമൃഗത്തെ, ഒരു കുഞ്ഞാടിനെ നൽകുമെന്ന്. പക്ഷേ നമുക്കറിയാം, ആ ഗാഗുൽത്താമലയില് ബലിക്കല്ലാവുന്ന കുരിശിനോട് തന്റെ മകനെ ചേർത്ത് വെച്ച് ബലിയർപ്പിക്കുമ്പോൾ ആ അമ്മ മനസ്സിലാക്കുകയാണ്, തന്റെ മകന് പകരം മറ്റൊരു കുഞ്ഞാട് പകരക്കാരനാവില്ല എന്ന്. തന്റെ മകന് പകരം തന്റെ മകൻ മാത്രമാ, യേശുവിന് പകരം യേശു മാത്രമേ ഉള്ളൂ, മറ്റൊന്നും മറ്റാർക്കും അതിന് പകരമാവില്ല എന്ന് ആ പരിശുദ്ധ അമ്മ തിരിച്ചറിയുക. എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ! ഗബ്രിയേൽ മാലാഖയിലൂടെ ദൈവത്തിന്റെ വചനം പരിശുദ്ധ മറിയത്തെ തേടിയെത്തിയപ്പോൾ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന്റെ മുൻപിൽ ശിരസ് നമിച്ച അതേ മറിയത്തെയാണ് ആ വചനം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ആ ബലിക്കല്ലാകുന്ന കുരിശിന്റെ ചുവട്ടില് ശിരസ് നമിക്കുന്ന പരിശുദ്ധ മറിയത്തെയാ പ്രിയപ്പെട്ടവരെ ആ ഗാഗുൽത്താമലയുടെ മുമ്പിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ ആ ഗാഗുൽത്താമലയില് ബലിക്കല്ലാകുന്ന ആ കുരിശിലേക്ക് തന്റെ മകനെ ചേർത്ത് വെച്ചപ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയായി മാറുകയാ. പരിശുദ്ധ അമ്മ ഈ ലോകത്തിന്റെ അമ്മയായി മാറുകയാ. ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ! ഉറക്കെ പറയാം, ഹല്ലേലൂയ!
ശബ്ദമോർത്തെ പറയാം, ഹാലേലൂയ. ഫ്രഞ്ച് എഴുത്തുകാരൻ വിക്ടർ ഹ്യൂഗോ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകത്തില് ഒരു സംഭവം ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ഫ്രഞ്ച് വിപ്ലവം മുന്നേറുകയാണ്. സൈന്യങ്ങൾ ഗ്രാമങ്ങൾ പിടിച്ചടക്കുകയാണ്. പിടിച്ചടക്കുന്ന ഗ്രാമങ്ങൾ തീ വെച്ച് നശിപ്പിക്കുകയാണ്. കൺമുൻപിൽ കാണുന്നവരെയെല്ലാം വെട്ടിയും കുത്തിയും വെടിവെച്ചും കൊല ചെയ്യുകയാണ്. അങ്ങനെ വലിയ ഒരു നാശനം വിതച്ചുകൊണ്ട് ഈ സൈന്യം മുന്നേറുമ്പോൾ ഒരു ഭവനത്തിൽ നിന്ന് തന്റെ 2 കുഞ്ഞുങ്ങളെയും മാറോടണച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാനായിട്ട് പ്രാണഭീതിയോടെ ഓടിയ മറയുന്ന ഒരു അമ്മയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സൈന്യത്തിന്റെ കൺമുൻപിൽ പെടാതെ തന്റെ 2 കുഞ്ഞുങ്ങളെയും ഓരോ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ അമ്മ ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. വീഥികളിലൂടെ, ഗ്രാമങ്ങളിലൂടെ, വയലുകളിലൂടെ ഓടുന്ന ആ നിർഭാഗ്യവതിയായ അമ്മയും കുഞ്ഞുങ്ങളും അവസാനം ചെന്ന് നിൽക്കുന്ന മറ്റൊരു സൈനിക വ്യൂഹത്തിന്റെ മുൻപിലാണ്. ഈ അമ്മയെയും കുഞ്ഞുങ്ങളെയും കാണുന്ന സൈന്യം ആ അമ്മയെയും കുഞ്ഞുങ്ങളെയും പിടിച്ച് തെരുവീഥികളിലൂടെ വലിച്ചിഴിച്ച് കൊണ്ടുവരിക, അവരെ കൊല്ലുവാനായിട്ട്. വിശന്നു വലഞ്ഞ 3 മുഖങ്ങൾ, ദാഹിച്ചു വലഞ്ഞവര്, പേടിച്ചരണ്ട ഈ 3 മുഖങ്ങൾ. വളരെ നിരാശരായ, പേടിച്ചിരിക്കുന്ന ഈ 3 വ്യക്തികൾ കണ്ടപ്പോൾ സൈന്യാധിപന് അവരുടെ മേൽ അല്പം അനുകമ്പ, അല്പം കരുണ തോന്നുകയാണ്. ആ സൈന്യാധിപൻ തന്റെ സഞ്ചിയിൽ നിന്ന് ഒരു അപ്പമെടുത്തിട്ട് ആ വീഥിയിലേക്ക്, ഈ അമ്മയുടെ മുമ്പിലേക്ക്, കുഞ്ഞുങ്ങളുടെ മുൻപിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സിംഹം ഇരയെ കാണുമ്പോൾ അതിനുമേലെ ചാടി വീഴുന്നത് പോലെ ഈ അമ്മ ആ അപ്പക്കഷത്തിന്റെ മുകളിൽ ചാടി വീണിട്ട് അപ്പമെടുത്ത് കീറി മുറിച്ച് തന്റെ 2 മക്കൾക്ക് ഓരോ കഷ്ണം നൽകുകയാണ്. ഈ സംഭവം കാണുമ്പോൾ പടയാളികൾ ഓരോന്ന് വിളിച്ചു പറയുക, നോക്കുക, ആ സ്ത്രീക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവൾ അത് കഴിച്ചേനെ. അവൾക്ക് വിശക്കുന്നില്ല, അതുകൊണ്ടാണ് അവൾ അത് പകുത്ത് തന്റെ 2 മക്കൾക്കും കൊടുത്തത് എന്ന്. അപ്പോൾ സൈന്യാധിപൻ ആ മനുഷ്യനെ തിരുത്തിക്കൊണ്ട് പറയുക, അവൾക്ക് വിശക്കാഞ്ഞിട്ടല്ല, മറിച്ച് അവൾ ഒരു അമ്മയാണ്. അവൾ ഒരു അമ്മയായതുകൊണ്ടാണ് തന്റെ വിശപ്പിനെ മറന്നിട്ട് ആ അപ്പത്തും കീറിമുറിച്ച് തന്റെ മക്കൾക്ക് പകുത്ത് നൽകിയത് എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരമ്മയ്ക്ക് മാത്രമേ മക്കളുടെ വിശപ്പ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മക്കളുടെ വിശപ്പിന്റെ മുമ്പിൽ അമ്മയുടെ വിശപ്പ് അമ്മയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. ഗാഗുൽഥാ മലയില് കുരിശാകുന്ന ആ ബലിക്കല്ലില് തന്റെ മകനെ കീറിമുറിച്ച് നൽകപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ അമ്മയുടെ ഹൃദയം വേദനിക്കുന്നുണ്ടായിരുന്നു, ആ അമ്മയുടെ ഹൃദയം തകരുന്നുണ്ടായിരുന്നു. പക്ഷേ മക്കളായ നമുക്ക് വേണ്ടി തന്റെ മകന് ആ ബലിക്കല്ലിൽ കീറിമുറിക്കേണ്ടിയിരിക്കുന്നു, ആ ബലിപീഠത്തിൽ കീറിമുറിക്കേണ്ടിയിരിക്കുന്നു എന്ന സത്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവളുടെ ദുഃഖവും സങ്കടമൊന്നും അവൾ മനസ്സിലാകുന്നില്ല. ഈ ലോകത്തിന് വേണ്ടി, ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, മക്കളായ നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി തന്റെ മകന് കുരിശിൽ കീറിമുറിക്കപ്പെടണം എന്ന ബോധ്യത്തിന്റെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ, അവളുടെ സങ്കടങ്ങളെല്ലാം, അവളുടെ വിഷമങ്ങളെല്ലാം അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മൗനമായി അതിന് അനുവദിച്ചു കൊടുക്കുക. ഒന്ന് പറഞ്ഞേ ഹാലേലൂയ. വേറെ പറയാമോ? ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്, അത് സ്വർഗത്തിന്റെ ഒരു പദ്ധതിയാണ് എന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. വിശുദ്ധ അംബ്രോസ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് എങ്ങനെ പറയുന്നുണ്ട്? പരിശുദ്ധ അമ്മ ഒരു ഗോവണിക്ക് തത്തുല്യമാണ് എന്ന്. നമുക്കറിയാം, ഒരു ഗോവണി എന്ന് പറയുന്നത് ഒരേ സമയം മുകളിലേക്ക് കയറുവാനും അതുപോലെ തന്നെ താഴേക്ക് ഇറങ്ങുവാനുമുള്ള ഒരു വസ്തുവാണ് ഗോവണി എന്ന്. അംബ്രോസ് പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ദൈവം ഇറങ്ങി വരുവാനുള്ള ഒരേയൊരു ഗോവണിയാണ് ഈ പരിശുദ്ധ അമ്മ എന്ന്. അതുപോലെ തന്നെ ഭൂവാസികളായ നാം ഓരോരുത്തർക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള പടവുകളാണ്, അല്ലെങ്കിൽ ചവിട്ടുപടികളാണ് ഈ ഗോവണിയാകുന്ന പരിശുദ്ധ അമ്മ എന്ന്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ പരിശുദ്ധ അമ്മയാകുന്ന ഗോവണിയിലൂടെയാണ് ദൈവത്തിന്റെ മകനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അതുപോലെ തന്നെ ദൈവമക്കളായ നാം ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് കയറി ചെല്ലുവാനായിട്ട് ദൈവത്താൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഗോവണിയാണ് പരിശുദ്ധ കന്യകാമറിയം. ഒന്ന് പറയാമോ? ഹാലേലൂയ. വലിയ സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു ഗോവണി ഒരേ സമയം 2
എതിർദിശകളിൽ തൊട്ടു നിൽക്കുന്ന ഒരു വസ്തുവാണ്. ഒരു ഗോവണിക്ക് ഒരേ സമയം ഒരു ദിശയിൽ ഒത്തു നിൽക്കാൻ സാധിക്കില്ല. ഒരേ സമയം രണ്ട് എതിർദിശകളിൽ തൊട്ടു നിൽക്കുന്നതാണ് ഗോവണി. അതുപോലെ തന്നെയാണ് മറിയവും. മറിയമാകുന്ന ഗോവണി, പ്രിയപ്പെട്ടവരെ, ഒരേ സമയം രണ്ട് എതിർദിശകളിൽ തൊട്ടു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരേ സമയം അവൾ സ്വർഗത്തെ തൊട്ടു നിൽക്കുന്നു, അതേസമയം അവൾ ഭൂമിയെയും തൊട്ടു നിൽക്കുന്നു. സ്വർഗത്തെ തൊട്ടു നിൽക്കുന്നവളായതുകൊണ്ടാണ്, പ്രിയപ്പെട്ടവരെ, സ്വർഗീയ രഹസ്യങ്ങള്, സ്വർഗീയ പദ്ധതികള്, ദൈവവചനം, അതിന്റെ പൊരുൾ അവൾക്ക് മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. ആ ഗബ്രിയേൽ മാലാഖയോട് അയക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ തന്നെ സമർപ്പിക്കുവാന്, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുവാൻ അവൾക്ക് സാധിച്ചത്, ആ വചനത്തിലേക്ക് തന്റെ ആത്മാവിനെയും ജീവനെയും ഹൃദയത്തെയും ജീവിതത്തെയും സമർപ്പിക്കുവാൻ അവൾക്ക് സാധിച്ചത് അവൾ സ്വർഗത്തെ തൊട്ടു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒത്തിരിയേറെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവളായിരുന്നിട്ടും ആ സങ്കടങ്ങളുടെ എല്ലാം പുറകില് ഒരു ദൈവഹിതമുണ്ട്, ആ ദൈവത്തിന്റെ പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കുവാൻ അവൾക്ക് സാധിക്കുന്നത് അവൾ സ്വർഗത്തെ തൊട്ടു നിൽക്കുന്നതായതുകൊണ്ട്. തനിക്ക് പിറക്കാൻ പോകുന്നത് ദൈവത്തിന്റെ സ്വന്തം മകനാണ് എന്ന് അവൾക്കറിയാമായിരുന്നു. ആ മകനെ പ്രസവിക്കുവാനായിട്ട് സ്ഥലത്തിന് വേണ്ടി പരതി നടക്കുന്ന യൗസേപ്പ് പിതാവിനെ മറിയത്തെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ തന്റെ മകൻ പിറക്കേണ്ടത് പ്രൗഢ ഗംഭീരമായ ഒരു സ്ഥലത്തല്ല, പാവപ്പെട്ടവന്റെ കുടിലായ അല്ലെങ്കിൽ ഒരു കാലത്തൊഴുത്തിലാണ് എന്ന ബോധ്യം അവളിൽ വന്നു നിറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പരിഭവങ്ങളുമില്ലാതെ പരാതികളുമില്ലാതെ ദൈവഹിതമനുസരിച്ച് തന്റെ ദൈവത്തിന്റെ പുത്രനായ തന്റെ മകനെ കാലത്തൊഴുത്തിൽ ജന്മം കൊടുക്കുവാനായിട്ട് അവൾക്ക് സാധിച്ചത്. ആ ചോരക്കുഞ്ഞിനെ വാരിപ്പിടിച്ചുകൊണ്ട് ശിമിയോൻ പ്രവാചകന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചപ്പോൾ ശിമിയോന്റെ വാക്കുകള് അവളുടെ ഹൃദയത്തെ ഭേദിക്കുന്നതായിരുന്നു, ഹൃദയത്തെ തകർക്കുന്ന വചനം തന്നെയാ. പക്ഷേ അവൾക്കറിയാമായിരുന്നു സ്വർഗത്തെ തൊട്ടു നിൽക്കുന്നത് കൊണ്ട് അത് ദൈവത്തിന്റെ പദ്ധതിയാണ് എന്ന്. ആ ചോരക്കുഞ്ഞിനെ വാരിപ്പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈജിപ്തിലേക്കുള്ള പലായനം സങ്കടകരമായ ഈ യാത്ര തന്നെയാ, ദുഃഖകരമായ ഒരു യാത്ര തന്നെയാ. പക്ഷെ അതും അവൾക്കറിയാമായിരുന്നു, അതും ദൈവത്തിന്റെ പദ്ധതിയാ. കാരണം അവള് സ്വർഗത്തെ തൊട്ടു നിൽക്കുന്നതാ. 12-ാം വയസ്സില് തന്റെ മകനെ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയപ്പോൾ ആകുലതയോടുകൂടെ ആ മകനെ തെരഞ്ഞു കണ്ടുപിടിച്ചപ്പോൾ ആ മകന്റെ വചനം, പ്രിയപ്പെട്ടവരെ, ഒരു അമ്മയുടെ ഹൃദയം തകർക്കുന്ന വാക്കുകൾ തന്നെയായിരുന്നു. പക്ഷെ അതെല്ലാം അവൾ മനസ്സിൽ സംഗ്രഹിക്കുക. കാരണം അവൾക്കറിയാമായിരുന്നു അതും ദൈവത്തിന്റെ പദ്ധതിയാണ് എന്ന്. കുടുംബത്തിന്റെ താങ്ങും തണലുമായി നിൽക്കേണ്ട മകൻ 30-ാം വയസ്സിൽ വീടിന്റെ ഭവനം വിട്ട് പടയിറങ്ങി പോകുമ്പോൾ ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ ആ മറിയത്തിന്റെ മനസ്സിൽ ഒത്തിരിയേറെ സങ്കടങ്ങളും ദുഃഖങ്ങളിലൂടെയും അവൾ കടന്നു പോയിട്ടുണ്ടാകാം. പക്ഷേ അതും ദൈവത്തിന്റെ പദ്ധതിയാണ് എന്ന് മറിയം തിരിച്ചറിഞ്ഞു. 33-ാമത്തെ വയസ്സിൽ തന്റെ മകന് വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ തകർന്ന ഹൃദയത്തോടു കൂടിയാണെങ്കിലും ആ കുരിശ് ബലിയോട് ചേർന്ന് നിന്നുകൊണ്ട് ആമേൻ പറയാൻ സാധിച്ചത്, പ്രിയപ്പെട്ടവരെ, അതും ദൈവത്തിന്റെ പദ്ധതിയാണ് എന്ന് അവൾക്ക് മനസ്സിലായത് കൊണ്ടാണ്. ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, സ്വർഗത്തെ തൊട്ടു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗീയ പദ്ധതികളും സ്വർഗീയ രഹസ്യങ്ങളും ഉൾക്കൊള്ളുവാനും ഗ്രഹിക്കുവാനും സാധിക്കുകയുള്ളൂ. പറയാമോ? ഹാലേലുയ്യാം. ശബ്ദം വരുത്തി പറഞ്ഞ് ഹാലേലുയ്യാം, ഹാലേലുയ്യാം, ഹാലേലുയ്യാം. പ്രിയപ്പെട്ടവരെ, ഈ ഗോവണിയാകുന്ന മറിയം ഭൂമിയെയും തൊട്ടു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഭൂമിയെ തൊട്ടു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായതുകൊണ്ട് മാത്രമാണ്, പ്രിയപ്പെട്ടവരെ, ഭൂമിയിലെ മനുഷ്യന്റെ പച്ചയായ അനുഭവങ്ങള് അവളുടെ സ്വന്തം അനുഭവമായിട്ട് അവൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. മനുഷ്യ മക്കളായ നമ്മുടെയൊക്കെ സങ്കടങ്ങളും ദുഃഖങ്ങളും വ്യാകുലതകളും രോഗങ്ങളുമെല്ലാം അവളുടെ രോഗങ്ങളായിട്ട്, അവളുടെ സങ്കടങ്ങളായിട്ട്, അവളുടെ ദുഃഖങ്ങളായിട്ട് അവൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഭൂമിയെ തൊട്ടു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഭൂമിയിലെ സങ്കടങ്ങള്, അവളുടെ സങ്കടങ്ങളൊക്കെ മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഭൂമിയിലെ മക്കളായി നമ്മൾ അനുഭവിക്കുന്ന യാതനകളും സഹനങ്ങളും ദുഃഖങ്ങളുമെല്ലാം രോഗങ്ങളുമെല്ലാം അവളുടേതാക്കി അനുഭവിച്ചറിയുവാന്, അവളുടേതാക്കി മനസ്സിലാക്കുവാൻ ഭൂമിയെ തൊട്ടു നിൽക്കുന്നതുകൊണ്ട് മാത്രമേ അവൾക്ക് സാധിക്കുന്നുള്ളൂ. പറയാമോ? ഹാലേലുയ്യാം, ഹാലേലുയ്യാം. പ്രിയപ്പെട്ടവരെ, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിലെ കാനയിലെ വിവാഹവിരുന്നിൽ നടക്കുന്ന അത്ഭുതം. ഒരു വിവാഹവിരുന്ന്, പ്രിയപ്പെട്ടവരെ, തകർന്ന് തരിപ്പണമായി പോകുന്ന അവസ്ഥയാ. നിറകണ്ണുകളോടെ നിൽക്കുന്ന
ഒരു പെൺകുട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ കലവറയിൽ പകച്ചു നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ അപ്പൻ ഒരു ഉത്തരവുമില്ലാതെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇതുപോലെ പകച്ചു നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ അവസ്ഥകൾ മനസ്സിലാക്കുന്നത് ഭൂമിയെ തൊട്ടു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. പരിശുദ്ധയമ്മ പരിപൂർണമായും ഭൂമിയെ തൊട്ടു നിന്നവളായതുകൊണ്ടാണ് കാനായിലെ ആ കുറവ്, ആ സങ്കടകരമായ അവസ്ഥ അവൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചതും ആ കുടുംബത്തിന് വേണ്ടി തന്റെ മകന്റെ മുൻപിൽ ആ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാനും പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചത്. പറയാം ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു അനുബന്ധ കഥയുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത് പാപിനിയായ സ്ത്രീയെ കല്ലെറിയുവാൻ കൊണ്ടുവരുന്ന ഒരു രംഗമാണ്. പാപം ചെയ്തവളെ പിടിക്കപ്പെട്ട് അവൾ യേശുവിന്റെ മുൻപിലേക്ക് കൊണ്ടുവരിക, കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട്. അപ്പോൾ യേശു പറയുന്നുണ്ട്, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യത്തെ കല്ല് എറിയട്ടെ എന്ന്. ആ ഗുരുമൊഴിയുടെ മുൻപിൽ, യേശുവിന്റെ വചനത്തിന് മുമ്പിൽ പകച്ചുപോയ ജനം അവർ കയ്യിൽ കരുതിയിരുന്ന കല്ലുകൾ ഉപേക്ഷിച്ചിട്ട് മടങ്ങിപ്പോവുകയാണ്. കഥ തുടരുകയാണ്. ഇങ്ങനെ പറയുകയാണ്, അവിടെ അവസാനം അവശേഷിച്ചത് അവിടെ ഉണ്ടായിരുന്ന യേശുവും ഈ പാപിനിയായ സ്ത്രീയും മറിയവും ശിഷ്യന്മാരുമാണ് എന്നാണ് കഥ പറയുന്നത്. ആ അവസരത്തില് പത്രോസ് ഒരു കല്ലെടുത്തിട്ട് മറിയത്തിന്റെ കരങ്ങളിൽ വെച്ചു കൊടുക്കുക. എന്നിട്ട് മറിയത്തോട് പറയുക, അമ്മേ, ഈ പാപിനിയായ സ്ത്രീയെ കല്ലെറിയുവാൻ യോഗ്യതയുള്ളത് നിനക്ക് മാത്രമാണ്. കാരണം നിന്നിൽ പാപത്തിന്റെ കളങ്കമില്ലാത്തത് കൊണ്ട്, നീ പാപം ചെയ്യാത്തവളായതുകൊണ്ട് ഈ പാപിനിയായ സ്ത്രീയെ കല്ലെറിയുവാൻ അധികാരമുള്ളത്, അവകാശമുള്ളത് നിനക്ക് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഈ പത്രോസിലേക്ക് ഒരു കല്ലെടുത്ത് വെച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കല്ല് വാങ്ങിയിട്ട് പത്രോസിനെന്ന് നോക്കിയിട്ട് പരിശുദ്ധ അമ്മ കല്ലവിടെ ഉപേക്ഷിച്ചിട്ട് ഒരുപടി മുൻപോട്ട് പോയിട്ട് ആ പാപിനിയായ സ്ത്രീയെ കെട്ടിപ്പിടിച്ചിട്ട് അവളുടെ കവിളിൽ ചുംബിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് യേശു പറയുന്നത്, ഇനിമേൽ നീ പാപം ചെയ്യരുത് എന്ന്. പിന്നീട് മറ്റൊരു അവസരത്തില് പത്രോസ് മറിയത്തോട് ചോദിക്കുകയാണ്, ഈ പാപിനിയായ സ്ത്രീയെ കല്ലെറിയുവാൻ നിനക്ക് യോഗ്യതയുണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് നീ അവളെ കല്ലെറിയാതെ പോയത്? എന്തുകൊണ്ടാണ് നീ അവളെ ശിക്ഷിക്കാതെ പോയത് എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ മറിയമ്മ ആ ശിഷ്യനോട് പറഞ്ഞത് എങ്ങനെയാണ്? സമാനമായ അനുഭവത്തിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ ആ വ്യക്തികളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വെച്ചു കഴിഞ്ഞാല്, പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ ഒരു സ്ത്രീ ഒരു ലോകം വിശ്വസിക്കാൻ പോകുന്നില്ല, അവളെ സ്വീകരിക്കാൻ ഭർത്താവ് പോലും വിശ്വസിക്കാൻ പോകുന്നില്ല, ആരും വിശ്വസിക്കാതെ പോകുന്ന ഒരു അവസ്ഥയില് പ്രിയപ്പെട്ടവളെ പരിശുദ്ധ അമ്മ പറയുകയാണ്, യൗസേപ്പ് പിതാവിന്റെ നീതിബോധം ഒന്ന് മാത്രമാണ് അന്ന് എന്നെ രക്ഷിച്ചത്. അല്ലെങ്കിൽ ഈ സ്ത്രീയെ പോലെ കല്ലെറിഞ്ഞ് വധിക്കപ്പെടുവാൻ വിധിക്കപ്പെടേണ്ടവളായി മാറിയേനെ ഞാനുമെന്ന്. അന്ന് യൗസേപ്പ് പിതാവ് എന്ന ഒരു മനുഷ്യന്റെ നീതിബോധം ഒന്ന് മാത്രമാണ് അന്ന് എന്നെ സംരക്ഷിച്ചത്. അപ്പോൾ സമാനമായ ഒരു ദുഃഖത്തിലൂടെ, സമാനമായ സങ്കടത്തിലൂടെ, സമാനമായ ആകുലതയിലൂടെ കടന്നുപോയതാണ് ഞാൻ. അതുകൊണ്ട് ഈ സ്ത്രീയുടെ സങ്കടവും ദുഃഖവും ആകുലതയും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ അവളെ കല്ലെറിയാതെ അവളെ ആശ്ലേഷിച്ച് അവളുടെ കവിളിൽ ഞാൻ ചുംബിച്ചത് എന്ന് ഈ മനുഷ്യനോട് പറയുക എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഭൂമിയെ തൊട്ടു നിന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് ഈ ഭൂവാസികളായ ഏതൊരു വ്യക്തിയുടെയും സങ്കടങ്ങൾ അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊരു വ്യക്തികളുടെയും പോരായ്മകള്, ഇല്ലായ്മകള്, നരകയാതനകള്, കണ്ണുനീരുകള്, രോഗങ്ങള്, സാമ്പത്തിക പ്രതിസന്ധികള്, എന്തുമാകട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആകുലതകള്, അതെല്ലാം പരിശുദ്ധ കന്യകാമറിയത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം അവൾ സ്വർഗത്തെ മാത്രമല്ല ഭൂമിയെ തൊട്ടു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ജീവിതത്തിലും ഓരോ ദൈവ നിയോഗമുണ്ട് എന്ന് മനസ്സിലാക്കുക. നാം ആരുമാകട്ടെ, ഓരോ ജീവിതത്തിലും ആ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ഒരു സങ്കല്പമുണ്ട്, ഒരു സ്വപ്നമുണ്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സങ്കല്പങ്ങൾ, ദൈവത്തിന്റെ സ്വപ്നങ്ങള്, ദൈവത്തിന്റെ പദ്ധതികള് അവൾക്ക് മനസ്സിലാക്കി, അവളത് മനസ്സിലാക്കി അതിനോട് അനുകൂലമായി ജീവിച്ചപ്പോഴാണ്
ദൈവം അവളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു നൽകിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിന്റെ മനസ്സിൽ ചില സങ്കല്പങ്ങളുണ്ട്, ചില പദ്ധതികളുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ട് അതിനോട് സഹകരിച്ചെങ്കിൽ മാത്രമേ നമ്മളിലൂടെയും നമ്മുടെ കുടുംബത്തിലും സഭാ സമൂഹത്തിലുമൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ എന്ന ബോധ്യത്തിലേക്ക് നാം കടന്നു വരേണ്ടിയിരിക്കുന്നു. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുക. വിശുദ്ധ അൽഫോൻസ് ലഗോരി ഒരിക്കൽ പറയുകയുണ്ടായി, ഫലം വേണ്ടവർ വൃക്ഷത്തെ സമീപിക്കുക, വൃക്ഷത്തെ കണ്ടുമുട്ടുന്നവർക്ക് ഫലം ലഭിക്കുന്നു എന്ന്. വിശുദ്ധ അൽഫോൻസ് ലഗോരി പറയുകയാണ്, ഫലം വേണ്ടവർ വൃക്ഷത്തെ സമീപിക്കുക, വൃക്ഷത്തെ കണ്ടുമുട്ടുന്നവർക്ക് ഫലം ലഭിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ വേണ്ടവര് സമീപിക്കേണ്ടത് വൃക്ഷമാകുന്ന മറിയത്തെയാ. മറിയത്തെ കണ്ടുമുട്ടുന്നവർക്ക് മാത്രമേ ആ വൃക്ഷത്തിൽ വിരിഞ്ഞ ആ ഫലം ലഭിക്കുകയുള്ളൂ. യേശുവിനെ വേണ്ടവർ മറിയത്തെ സമീപിക്കുക, മറിയത്തെ കണ്ടുമുട്ടുന്നവർക്ക് യേശുവിനെ ലഭിക്കുമെന്ന് വിശുദ്ധ അൽഫോൻസ് ലഗോരി പറയുക. മറിയത്തെ കണ്ടുമുട്ടാൻ സാധിച്ചെങ്കിൽ ആ മറിയത്തിന്റെ മകനായ ക്രിസ്തുവിനെ നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും, ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മറിയത്തിലൂടെ ഈശോയുടെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് സമർപ്പിക്കാം.